മന്ത്രി വീണ ജോർജിനെതിരെ ആറന്മുള മണ്ഡലത്തിൽ വ്യാപക പ്രചാരണവുമായി ബി.ജെ.പി. കണ്ണൂർ സംഭവത്തെ തുടർന്ന് കഴുത്തു തിരുമ്മി ഫോൺ ചെയ്യുന്ന മന്ത്രിയുടെ പടമാണ് ബോർഡുകളിലൊക്കെ നിറയുന്നത്. മാർച്ച് 12-ന് എം.എൽ.എ. ഓഫീസിലേക്ക് മാർച്ചും 1 ലക്ഷം ഒപ്പ് ശേഖരണവും നടത്തും എന്നാണ് തീരുമാനം. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി. പ്രശാന്ത്, മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വ്യാപക പ്രചാരണം അത് ഈ മണ്ഡലത്തിൽ മാത്രമായിട്ടാണോ, മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പരിപാടികളാണോ ഇപ്പോൾ? ആറന്മുള മണ്ഡലം ബി.ജെ.പി. വളരെ പ്രതീക്ഷയോടെ കാണുന്നൊരു മണ്ഡലമാണ്, എ ക്ലാസ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ വീണ്ടും മത്സരരംഗത്തിറങ്ങുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പി. ശക്തമായ പ്രചാരണം അവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി താൻ ആക്രമിക്കപ്പെട്ടു എന്ന വിഷയം ഉയർത്തിയതിൻ്റെ കൂടി അത് പ്രചാരണ ആയുധമാക്കി ബി.ജെ.പി. മതിയായി ഈ എം.എൽ.എ. എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആറന്മുളയിൽ തുടങ്ങിയിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ വ്യാപകമായി തന്നെ ബി.ജെ.പി. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. മന്ത്രിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ തന്നെയാണ്. അതായത് കഴുത്ത് തിരുമ്മി ഫോൺ ചെയ്യുന്ന മന്ത്രിയുടെ ചിത്രമുള്ള ബോർഡുകളാണ് ആറന്മുളയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അത് കണ്ണൂർ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു പ്രചാരണം ബി.ജെ.പി. അവിടെ തുടങ്ങിയിരിക്കുന്നത്. NDA BJP ആറന്മുള എന്ന പേരിൽ തന്നെയാണ് ഈ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഈ ബോർഡുകളിൽ പ്രധാനമായും 1 ലക്ഷം ഒപ്പ് ശേഖരണം, അത് മാറ്റം തുടങ്ങാമെന്നാണ് ബി.ജെ.പിയുടെ ഇത്തവണത്തെ കേരളത്തിലാകെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ മുദ്രാവാക്യം. അതിൽ തന്നെ മാർച്ച് 12-ന് രാവിലെ 10 മണിക്ക് എം.എൽ.എ. ഓഫീസിലേക്ക്, അതായത് വീണ ജോർജിൻ്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തുന്ന സംബന്ധിച്ച അറിയിപ്പിലാണ് ഈ കുറ്റപത്രവും ജനകീയ വിചാരണയും എന്ന പേരിൽ വലിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെല്ലാം തന്നെ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ വീണ ജോർജിനെ പരിഹസിക്കുന്ന ഈ ബോർഡുകൾ ബി.ജെ.പി. സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.